അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരെയും അവരുടെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ പിഴവുകളും അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞുപോയ ഖബറുകളെ അള്ളാഹു വിശാലമാക്കട്ടെ. സത്യവിശ്വാസികളെ, സൂറത്തു അൽ ബഖറയിൽ നിന്നുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്യുകയും വിശദീകരണം നൽകുകയും ചെയ്യുന്നത്. അള്ളാഹു നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. സത്യവിശ്വാസികൾ ആരാണ് എന്നതിൻ്റെ വിശദീകരണമാണ് അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ അതിൻ്റെ ഏതാനും ഭാഗങ്ങൾ പറഞ്ഞിരുന്നു. ഈ ആയത്തിൽ വിശദീകരിക്കുന്നത് വല്ലദീന യുഅ്മിനൂന, ഒരു കൂട്ടരാണ്, അവർ വിശ്വസിക്കും, ബിമാ ഉൻസില ഇലൈക, പ്രവാചകരെ നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥത്തെ കൊണ്ട്. നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടത് എന്താണ്? വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 23 വർഷക്കാലം കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഇറക്കപ്പെട്ട ഗ്രന്ഥമാണെന്ന് ഓരോരുത്തരും അത് വിശ്വസിക്കുന്നതാണ്. ഹിറാ ഗുഹയിൽ നിന്ന് തുടങ്ങിയ ദിവ്യജ്ഞാനത്തിൻ്റെ സന്ദേശം 23 വർഷം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ട് പൂർണ്ണമാക്കി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് അവർ വിശ്വസിക്കും. അവർക്ക് യാതൊരു സംശയങ്ങളും ആ വിഷയത്തിൽ ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി മുഖേന ജിബ്രീൽ അലൈഹിസ്സലാം വഴിയായിട്ട് അള്ളാഹു അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ്. കോടാനകോടി ജനങ്ങൾക്ക് സത്യസന്ദേശം നൽകുന്ന, സൃഷ്ടാവിനെക്കുറിച്ചും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി സ്പഷ്ടമായി വിശകലനം ചെയ്യുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതിൽ യാതൊരു വിധമായിരിക്കുന്ന സംശയത്തിനും ഇടയില്ല. വഹി ലഭിച്ചു എന്ന സന്ദേശം ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഗ്രഹിക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾക്ക് ആ പേര് കിട്ടാൻ തന്നെ കാരണം, സിദ്ദീഖ് എന്ന പേര് കിട്ടാൻ തന്നെ കാരണം, ഇസ്രാ മിഅ്റാജ് ഉണ്ടായതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി പറഞ്ഞപ്പോൾ, നബിയെ, നിങ്ങൾക്ക് ഇന്നലെ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന്, മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് രാപ്രയാണം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ, നബി, നിങ്ങൾ പറയുന്നത് സംഭവിച്ചത് തന്നെയായിരിക്കും, ഞാനതിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണം കൊണ്ടാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന നാമധേയം കിട്ടിയത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ആദ്യമായി വിശ്വസിച്ചതും അബൂബക്കർ സിദ്ദീഖാണ്. അപ്പോൾ നബി പറയുന്ന വാക്കുകൾ അത് സത്യമായിരിക്കും, കളവിൻ്റെ ലാഞ്ചന പോലും ഇല്ല എന്ന് ഉറക്കെ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ് സത്യവിശ്വാസികൾ. അതാണ് വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, നിങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളെ കൊണ്ടും അവർ വിശ്വസിക്കും. വമാ ഉൻസില മിൻ ഖബ്ലിക, നിങ്ങൾക്ക് മുൻപുണ്ടായ പ്രവാചകന്മാരിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ കൊണ്ടും. അതേത് ഗ്രന്ഥങ്ങളാണ്? അത് തൗറാത്താണ്, ഇഞ്ചീലാണ്. തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ടതാണ്.
ഇഞ്ചീൽ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാം റൂഹുല്ലാഹി ഈസാ നബി അലൈഹി ഇസ്ലാമിന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥവുമാണ്. അപ്പോ മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ തൗറാത്ത്, ഇഞ്ചീൽ, അത് ഇന്ന ഇന്ന പ്രവാചകന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്നും അവർ വിശ്വസിക്കുന്നു. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, പരലോകം കൊണ്ടും അവർ വിശ്വസിക്കും. നാളെ പാരത്രിക ജീവിതമുണ്ട്. ഭൗതികമായ ഈ ജീവിതം കഴിഞ്ഞാൽ നാളെ ഒരു പാരത്രികമായ ജീവിതം ഉണ്ട് എന്നതിനെ സംബന്ധിച്ചും അവർ വിശ്വസിക്കുന്നതാണ്. അവർക്ക് അതിൽ യാതൊരുവിധമായിരിക്കുന്ന വിശ്വാസമില്ലായ്മയുമില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു പറഞ്ഞതനുസരിച്ച് അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കേണ്ട വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചും അവർ വിശ്വസിക്കും. മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളെ കൊണ്ടും വിശ്വസിക്കും. ആഖിറം, പരലോകം എന്നത് കണ്ടു വിശ്വസിക്കുക. എന്താണ് അവിടെ ഉള്ളത്? ബിൽ ബഅ്സി, പുനർജന്മം. നമ്മൾ ഇവിടെ നിന്നുള്ള ജീവിതമൊക്കെ കഴിഞ്ഞു. ഈ ജീവിതമൊക്കെ കഴിഞ്ഞു പോയതിന് ശേഷം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ വിശ്വാസമുള്ള ഒരു കാര്യമാണ് നാളെ പരലോക ജീവിതമുണ്ട്. ചിലരൊക്കെ വിശ്വസിക്കും ഇവിടെയുള്ള ജീവിതം കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന്. എന്നാൽ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് അങ്ങനെയല്ല. ഇവിടെ ചെയ്യുന്ന നന്മ തിന്മകൾ, ഗുണപരമായ കാര്യങ്ങൾ, ദോഷകരമായ കാര്യങ്ങൾ, ദുഷ്ടപരമായ കാര്യങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തവർക്കൊക്കെ നാളെ പ്രതിഫലം കിട്ടപ്പെടുന്ന ഒരു ദിവസം വരും. അത് ബഅ്സ് കൊണ്ടാണ്, പുനർജന്മം കൊണ്ടാണ്. ഇവിടെ ഒരാൾ മരിച്ചു, അദ്ദേഹത്തെ ഏത് രീതിയിൽ അടക്കം ചെയ്താലും, അദ്ദേഹത്തിനെ ഭൂമിയിൽ അടക്കി, അതല്ലെങ്കിൽ കടലിൽ ഒഴുക്കി വിട്ടു, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, കരിപ്പിച്ചു അഥവാ ദഹിപ്പിച്ചു, അങ്ങനെ നടത്തിയാൽ പോലും അവരാത്മാവിനെ അല്ലാഹു തആല റൂഹ് പുനർജന്മം നൽകിക്കൊണ്ട് നാളെ വരെ പരലോകത്ത് പുനർജനിപ്പിക്കും. അതാണ് ബഅ്സ് കൊണ്ടുള്ള ഉദ്ദേശം, പുനർജന്മം. അത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഖിയാമത്ത് നാള്, പരലോക ജീവിതം, നാളെ ഒരു ലോകം വരാനുണ്ട്, ആ ഒരു വിശ്വാസത്തെ സംബന്ധിച്ചും അവർ വിശ്വസിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ സ്വർഗമുണ്ട്. നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നാളെ സ്വർഗമുണ്ട്. ഈ ലോകത്ത് നന്മ പ്രവർത്തിച്ച നല്ല ആൾക്കാർക്ക് അള്ളാഹുവിനെ വഴങ്ങിക്കൊണ്ട്, സൃഷ്ടാവിനെ വഴങ്ങിക്കൊണ്ട്, സൃഷ്ടാവിൻ്റെ കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുകയും നല്ല രീതിയിൽ മരണപ്പെടുകയും ചെയ്തവർക്കുള്ള വാസസ്ഥലം സ്വർഗമാണ്. അതുപോലെ ദോഷകരമായ കാര്യങ്ങൾ ചെയ്തവർ, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് സൃഷ്ടാവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് സൃഷ്ടാവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി, അഥവാ അവൻ അംഗീകരിക്കാതെ, അവൻ ആരാധനാകർമ്മങ്ങൾ ചെയ്യാതെ, സൃഷ്ടാവ് കൽപ്പിച്ച കാര്യങ്ങളൊന്നും തന്നെ സ്വീകരിക്കാതെ മറ്റുള്ളവരിലേക്ക് ദുഷ്പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മോശമായ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ചെയ്തവർക്ക് നാളെ അവരുടെ സങ്കേതം നരകമാണ്. അങ്ങനൊരു ജീവിതവും വരാനുണ്ട് എന്നതിനെ സംബന്ധിച്ചും അവർ വിശ്വസിക്കുന്നതാണ്. അപ്പോൾ നരകത്തെ സംബന്ധിച്ച് അവർ വിശ്വസിക്കും, സ്വർഗത്തെ സംബന്ധിച്ച് അവർ വിശ്വസിക്കും. വൽ ഹിസാബ്, ഹിസാബ്, കണക്ക് ചോദ്യമുണ്ട് കേട്ടോ. ഭൂമിയിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും സൂക്ഷ്മമായി വിലയിരുത്തപ്പെടുന്ന, കണക്ക് കൂട്ടപ്പെടുന്ന ഒരു ദിവസം നാളെ വരാനുണ്ട്. വൽ മീസാൻ, നന്മയും ചെയ്തിട്ടുണ്ട് തിന്മയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വേർതിരിച്ചെടുക്കണമല്ലോ. അപ്പം അതിനുള്ള മീസാൻ എന്ന ത്രാസ്, നന്മ തിന്മകൾ തൂക്കുന്ന ത്രാസുണ്ട്. നന്മയാണോ ഒരു മനുഷ്യൻ കൂടുതൽ ചെയ്തത്, അല്ല തിന്മയാണോ കൂടുതൽ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യുഖിനൂൻ. പരലോകത്തെ സംബന്ധിച്ച് അവർ വിശ്വസിക്കും. ആ പരലോക ജീവിതം തുടങ്ങുന്നത് ബഅ്സ്,
അതുപോലെ തന്നെ ബഅസ് എന്ന് പറയുന്ന പുനർജന്മം, അതുപോലെ ഖിയാമത്ത് നാള്, സ്വർഗം, നരകം, ഹിസാബ് കണക്ക് നോക്കൽ, അതുപോലെ മീസാൻ, ത്രാസ്, ഇതൊക്കെയും അതൊക്കെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. അതിൻ്റെ വിശദീകരണങ്ങളുണ്ട്, വിശദീകരിക്കുവാനുണ്ട്. അപ്പോൾ ഈ വക വിശ്വാസങ്ങളൊക്കെ ദൃഢീയമായി, അല്ലാതെ ആലങ്കാരികമായി ഏതെങ്കിലും ഒരു താൽക്കാലികമായ വിശ്വാസമല്ല. പിന്നെയോ വിശ്വാസം എന്നത് ആയ രീതിയിലുള്ള വിശ്വാസം, ദൃഢീകരണമായ വിശ്വാസം, അള്ളാഹുവിനെ കുറിച്ച്, അവനെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ അത് ദൃഢീയമായിരിക്കും, മനസ്സിൽ നിന്ന് തൂത്തെറിഞ്ഞാൽ പോകുന്നതായിരിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള വിശ്വസിക്കുന്നവരായിരിക്കും അവർ എന്ന് അല്ലാഹു തആല വിശദീകരിക്കുകയാണ്. കോടാനകോടി ജനങ്ങൾ സത്യവിശ്വാസികളായിട്ടുണ്ട്. എത്രയോ രാജ്യങ്ങളിൽ, ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് ദിവസവും ആയിരക്കണക്കിന് ആൾക്കാർ സത്യദീനിലേക്ക് വരുന്നവരുണ്ട്. അതൊക്കെ മതം ഉൾക്കൊണ്ടുകൊണ്ട് വരുന്നതാണ്. ഈ ആയത്തുകളെ സംബന്ധിച്ച് സൂറത്തുൽ ബഖറയുടെ 1-ാമത്തെ ആയത്ത് മുതൽ ഈ 4-ാമത്തെ ആയത്ത് വരെ ബഹുമാനപ്പെട്ട ജീവൻ നായർ അവര് അതിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നോക്കാം. കാരുണ്യ സിന്ധുവാം അല്ലാഹുവിൻ തിരു നാമത്തിലൊരുന്നു ദിവ്യമാം സൂക്തികൾ. അലിഫ് ലാം മീം. നിസ്തുല്യമായൊരു തത്വങ്ങളൊക്കെയും വിസ്തരിച്ചോതുമീ ഗ്രന്ഥം മഹോത്തരം. സത്തുക്കളായൊരു മാനവർക്കേതുമേ സന്ദേഹലേശമില്ലി പ്രമാണങ്ങളിൽ. സൂക്ഷ്മമായി ജീവിതം താണ്ടുവോർക്കൊക്കെയും മാർഗപ്രചോദനം നൽകുമീ സൂക്തികൾ. അല്ലാഹുവിലീടുറ്റ ഭക്തിയോടിജ്ജനം നിസ്കാരമെപ്പോഴും കൃത്യമായി ചെയ്തിടും. ഔദാര്യമോടു നാം നൽകുന്ന ഭോഗങ്ങൾ അന്യർക്കേതോചിതം നൽകുന്നു നീതിയായി. നിന്നിൽ പ്രസാദിച്ചു നൽകുമീ സൂക്തവും മുന്നം പ്രകാശനം ചെയ്തോരു വേദവും. പാരത്രികത്തിൽ നാം ചെയ്യും വ്യവസ്ഥയും കൈകൊണ്ടു തൃപ്തരായി മേവുന്നു സജ്ജനം. അല്ലാഹു നമ്മെ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.